ജോലിക്ക് പോയി എന്താ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിൽ അങ്ങനെ എടുക്കാമെന്നൊരു ചിന്തയായിരുന്നു. എനിക്കും അതായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും വരുമാനം വെച്ചിട്ട് പോകാൻ ഒരുപാടുണ്ടായി. വെച്ച് നിർത്തിയാലോ എന്ന് പോലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ജോലി എന്ന ഒരു ഇത് നിർബന്ധമായിരുന്നുകൊണ്ട് ജോലിയും കൊണ്ട് വന്നാൽ മതി എന്ന് വീട്ടിൽ പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ വെക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. എല്ലാവർക്കും കിട്ടും. കുറച്ച് നാൾ കാത്തിരുന്നാലും കിട്ടുമെന്നാണ്. കുറച്ചുകൂടെ കൂടുതൽ ഹാർഡ് വർക്ക് തന്നെയാണ്. എൻ്റെ പേര് അമൃത JR. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ BSc ഗ്രാജുവേറ്റ് ആണ്. എനിക്കിപ്പം RRB ക്ലർക്ക് കേരള ഗ്രാമീൺ ബാങ്കിൽ കിട്ടിയിട്ടിരിക്കുകയാണ്. അമൃത BSc എന്തായിരുന്നു പഠിച്ചത്? ഞാൻ BSc മാത്തമാറ്റിക്സ്. അമൃത ഏത് സമയത്താണ് ICDയിൽ ജോയിൻ ചെയ്തത്? ഞാൻ ICD 2021 ഒക്ടോബറിൽ. 2021 ഒക്ടോബർ. വെരി ഗുഡ്. അപ്പോൾ ഒരു നീണ്ട കാലയളവ് പഠിച്ചു. കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു. ഓക്കെ. ഈ BSc ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ചിന്തിച്ചില്ല? ഞങ്ങളുടെ വീട്ടിലും ജോലി എന്നൊരു ലക്ഷ്യമായിരുന്നു ഫസ്റ്റ്. BSc കഴിഞ്ഞിട്ട് എന്നൊരു ചോദ്യം വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് ജോലിക്ക് പോയി എന്താ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിൽ അങ്ങനെ എടുക്കാമെന്നൊരു ചിന്തയായിരുന്നു. എനിക്കും അതായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും വരുമാനം വെച്ചിട്ട് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ ആലോചിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരാളാണ്. ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. അന്നൊക്കെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ PGക്ക് പോവുക. പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിഞ്ഞു എന്നത് ഞാനിപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോഴും അഭിമാനത്തോടെ ഓർക്കുകയാണ്. എൻ്റെ കൂടെ പഠിച്ച പലർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ആകുന്നതിന് മുമ്പേ എനിക്ക് ജോലിയായി. അപ്പോൾ അത് ഒരു പ്രായോഗികമായി എല്ലാവർക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നൊരു ഗേറ്റ് പാസ്സാണ്. ഇത്തരം മത്സര പരീക്ഷകൾക്ക് എഴുതാനുള്ളൊരു ഗേറ്റ് പാസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനുവേണ്ടി നന്നായി ശ്രമിക്കുക. ഇനി വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബാങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞു, അല്ലെങ്കിൽ കയറാൻ പോകുന്നു. ഇനി ഈ കരിയറിനെ പുഷ്ടിപ്പെടുത്തുന്ന ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനോ ഹയർ സ്റ്റഡീസോ ഒക്കെ സ്വാഭാവികമായിട്ടും പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഇപ്പോൾ 2021 പഠിക്കാൻ കയറിയ ഒരാൾക്ക് 2024 ജാനുവരി 1 ജോലി കിട്ടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും 2.5 കൊല്ലത്തോളം പഠിച്ചു. ഈ സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് ഒരുപാട് നിരാശ ഉണ്ടായോ? ഒരുപാടുണ്ടായി. ഇടയ്ക്ക് വെച്ച് നിർത്തിയാലോ എന്ന് പോലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ജോലി എന്ന ഒരു ഇത് നിർബന്ധമായിരുന്നുകൊണ്ട് ജോലിയും കൊണ്ട് വന്നാൽ മതി എന്ന് വീട്ടിൽ പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ വെക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം വീട്ടിൽ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് എന്നെ വീണ്ടും ഇവിടെ തന്നെ തുടരാൻ എന്നെ പ്രചോദിപ്പിച്ചത്. അത് തന്നെയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമായി തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്, വളരെയധികം തോന്നുന്നുണ്ട്. പൊതുവിൽ ഇതൊക്കെ ഇപ്പോൾ ICD എന്നൊരു സംഭവമല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ ഈ പഠനം മുൻപോട്ട് പോകുമ്പോൾ ഇടയ്ക്കുള്ള ചില നിരാശകൾ കാരണം നിർത്തിപ്പോകുന്നവർ പിന്നെ ഇത് കിട്ടാതെ പോവുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ടെനാസിറ്റി, ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടെ പഠിക്കുന്നവർ പൊതുവിൽ വിജയിക്കുന്നതാണ് ഞാനും കാണുന്നത്. ഈ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ബാങ്ക് പരീക്ഷയ്ക്ക് വന്നപ്പോൾ മാത്സ് പഠിച്ചിട്ട് വന്നത്, ഒരു BSc മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് വന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ, അതോ അത് നമുക്കൊരു പിന്നാക്കം നിൽക്കാനാണോ? എങ്ങനെയാണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം BSc മാത്തമാറ്റിക്സിന് പഠിച്ചതിന് റിയലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വിഷയമായിട്ട് വളരെയധികം നമ്മളവിടെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യേഷൻ അങ്ങനെ ഓരോന്ന് പഠിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 10ൽ ബേസിക് മാത്സ് ആണ്. പക്ഷേ അതിനെ കുറച്ചുകൂടെ ഹൈ ലെവലായിട്ട് പഠിക്കുന്ന രീതിയിലാണ്. കൊമേഴ്ഷ്യൽ അരിത്തമാറ്റിക്സ് ആണ് ഇത്തരം പരീക്ഷകൾക്ക്. നിങ്ങൾ ഈ ഗ്രാജുവേഷൻ പഠിക്കുന്ന ഇതെല്ലാവർക്കും ഒരു അറിവായിരിക്കട്ടെ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. പോസിറ്റീവായിട്ട് നിങ്ങൾ കരുതേണ്ടത്, ഇത് ആർക്കും എഴുതാവുന്ന, ഏത് ഗ്രാജുവേറ്റിനും എഴുതാവുന്ന ഒരു പരീക്ഷയാണ്. കണക്കിനോട് പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ല എന്ന് ഞാൻ പറയുന്ന ഒന്നുകൂടെ മനസ്സിലാക്കുക. BScക്കോ MScക്കോ പഠിക്കുന്ന കണക്കല്ല ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ BScക്കും MScക്കും കണക്ക് പഠിച്ചവർക്ക് ഈ പരീക്ഷകൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട. ഇനി മറുരീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് പഠിച്ചവർക്കുള്ള പരീക്ഷയാണ്, BScക്കാർക്ക് ഇത് എഴുതാൻ പറ്റില്ല എന്നും ചിന്തിക്കേണ്ട. എല്ലാവർക്കും everybody will be on a level playing field. Everybody is offered a level playing field. എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഈ പരീക്ഷയിൽ
കിട്ടുന്നത്. അമൃതയുടെ ഒരു ദിവസം ICDയിൽ ഒരു ദിവസം എങ്ങനെയായിരുന്നു? ICDയിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടൈം ടേബിൾ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന സമയം ഞാൻ പഠിക്കും. അങ്ങനെ ഇപ്പോൾ രാത്രി 2 മണിക്ക് പഠിക്കണം തോന്നുവാണെങ്കിൽ ഞാൻ ആ സമയം എണീറ്റ് പഠിക്കും. 3 മണിക്കാണെങ്കിൽ അങ്ങനെ, ചിലപ്പോൾ രാവിലെ എണീക്കും. അതിനങ്ങനെ ഒരു ടൈം ടേബിൾ വെക്കാറില്ല. പക്ഷേ എന്നാലും ഞാൻ കൂടുതലും ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആദ്യമേ എനിക്ക് പ്രിലിംസ് കിട്ടിയപ്പോൾ SBIയുടെ ഒക്കെ കിട്ടിയപ്പോഴും ആദ്യമേ RRB കിട്ടിയപ്പോഴും ഒക്കെ എനിക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ കിട്ടുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പോഴെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് ജനറൽ അവയർനെസ്സിനും അതേ കണക്ക് ഇംഗ്ലീഷിനുമായിരുന്നു ഏറ്റവും കുറവ് മാർക്ക് വരുന്നത്. SBI എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പെട്ടെന്ന് കിട്ടാതെ വന്നപ്പോൾ കുറേ സങ്കടമൊക്കെ ആയിരുന്നു. ആ സമയം എനിക്ക് ഇംഗ്ലീഷായിരുന്നു ഏറ്റവും. അപ്പം ഞാൻ കൂടുതൽ ടൈമും ഇംഗ്ലീഷിന് ഞാൻ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ജനറൽ അവയർനെസ്സും ഞാൻ അതേ കണക്ക് ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സുമാണ് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അമൃത ഇവിടെ പഠിക്കുന്ന കാലയളവിൽ തന്നെ ധാരാളം പേർക്ക് ജോലി കിട്ടി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് അമൃതയും ഒരു ലേറ്റസ്റ്റ് ടെസ്റ്റ് മണി. അമൃത, ഞാനൊരു ചോദ്യം വളരെ ബ്ലണ്ടായിട്ട് ചോദിക്കുകയാണ്. അമൃതയുടെ ഉൾപ്പെടെയുള്ള അനുഭവത്തിൽ നിന്ന് പറയണം, ഭാഗ്യം കൊണ്ടാണോ പ്രവർത്തന നൈരന്തര്യം കൊണ്ടാണോ ജോലി കിട്ടുന്നത്? പ്രവർത്തനം കൊണ്ട് തന്നെ. ഭാഗ്യം കൊണ്ട് ജോലി കിട്ടുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മൾ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം ഇത്രയും എക്സാം എഴുതിയിട്ട് എനിക്ക് മെയിൻസ് ഇപ്പം 3-4 എനിക്ക് ഭാഗ്യം അങ്ങനെ പറയുകയാണെങ്കിൽ ഭാഗ്യം ഇപ്പോഴാണ് വന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്ക് ജോലി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ലക്ക് ഈസ് നത്തിങ് ബട്ട് ഗുഡ് പ്രിപ്പറേഷൻ മീറ്റിംഗ് വിത്ത് ഓപ്പർച്യൂണിറ്റി. നല്ല പ്രിപ്പറേഷൻ അവസരങ്ങളുമായി കൂട്ടുമുടുമ്പോഴാണ് ലക്ക് ഇവോൾവ് ചെയ്യുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിരിക്കുകയാണ്, പക്ഷേ അവസരങ്ങളൊന്നും വരുന്നില്ല, ലക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പരീക്ഷ ധാരാളം അവസരങ്ങൾ വന്നു, നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, അപ്പോഴും ലക്ക് ഇവോൾവ് ചെയ്യില്ല. ലക്ക് ഇവോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പരീക്ഷ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത്, ഫ്യൂച്ചർ എക്സാമിനേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ജാനുവരി മാസം 2024 പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ഒരു കൊല്ലം 1.25 കൊല്ലം വരെയുള്ള പരീക്ഷ, അതായത് 6 മാസത്തിന് ശേഷമുള്ള പരീക്ഷ വേണം ലക്ഷ്യമിടാൻ. അതിനുശേഷമുള്ള നെക്സ്റ്റ് 6 മന്ത്സിലെ പരീക്ഷ വേണം ലക്ഷ്യമിടാൻ. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇതെൻ്റെ അനുഭവത്തിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്. ഇനി ഇത്തരം ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരാൾക്ക് എന്ത് ഉപദേശം, ഇപ്പോൾ ജോലി കിട്ടിയെന്നുള്ളക്ക് ഉപദേശത്തിന് പോലും യോഗ്യതയുണ്ട്, എന്ത് ഉപദേശമാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്? എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർക്കും നമുക്ക് ബാങ്കിങ് ഫീൽഡിലേക്ക് വരാം. അല്ലാതെ BCom അല്ലെങ്കിൽ മാത്സ് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ആരും ഈ ഒരു ഫീൽഡിലേക്ക് വരാതിരിക്കരുത് ആദ്യമേ. പിന്നെ ഈ ഹാർഡ് വർക്കാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ ഒരു വിഷയം മാത്രം നമുക്കിപ്പം ഇംഗ്ലീഷ് ഇപ്പം മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കാതിരിക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സമയം പഠിക്കുക. അത് എനിക്ക് ജനറൽ നോളജ് അവയർനെസ് ആണെന്നുണ്ടെങ്കിലും അതെനിക്ക് റീസണിങ് എല്ലാവർക്കും എളുപ്പമാണെന്ന് പറയുമെങ്കിലും മെയിൻസിൻ്റെ റീസണിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലിരുന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. എല്ലാവർക്കും കിട്ടും, കുറച്ച് നാൾ കാത്തിരുന്നാലും കിട്ടുമെന്നാണ് എൻ്റെ. അമൃത ഇപ്പോൾ 2.5 കൊല്ലത്തിന് മുകളിൽ പഠിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഇനി ഒരു അവസരം കിട്ടി ഇപ്പോൾ പഠിക്കാൻ ഒന്നും തുടങ്ങുകയാണെങ്കിൽ അമൃത എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ICDയുടെ പഠന കാലയളവിൽ വരുത്തും? ICDയുടെ പഠന കാലയളവിൽ ഇപ്പോൾ 2.5 കൊല്ലം പഠിച്ചു, ഇത് ഷോർട്ടൺ ചെയ്യാൻ എന്ത് ചെയ്യണമായിരുന്നു? ജനറൽ അവയർനെസ് ആദ്യമേ കുറച്ചുകൂടെ കൂടുതൽ നോക്കണമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ആദ്യമേ പ്രിലിംസ് എന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പഠിച്ചത്. കാരണം RRB ക്ലർക്ക് കിട്ടിയ സമയത്തും ആദ്യത്തെ പ്രിലിംസ് കിട്ടിയ സമയത്തും എനിക്ക് എന്ത് പഠിക്കണമെന്നറിയില്ലായിരുന്നു. മെയിൻസിന് എന്താണ് ആദ്യമേ ഞാൻ ഒരു കാര്യമില്ല ചുമ്മാ പോയിരുന്നാണ്. RRB ക്ലർക്കിൻ്റെ ആണെങ്കിലും RRB POൻ്റെ കഴിഞ്ഞ വർഷത്തെ എല്ലാ എക്സാമിനും ചുമ്മാ പോയിട്ട് എഴുതിയതാണ്. അത് ഈ വർഷം എനിക്ക് എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ വർഷം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പ്രിപ്പയർഡ് ആയിരുന്നു. മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയായിരുന്നു ഇപ്രാവശ്യം പോയത്. ഇപ്രാവശ്യം കിട്ടണം എന്നൊരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചതും. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഹാർഡ് വർക്ക് തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ ഹാർഡ് വർക്ക് എന്നൊരു സംഭവം ഒരിക്കലും പരാജയപ്പെടില്ല എന്നതിൻ്റെ ഒടുവിലത്തെ സാക്ഷ്യമാണ് അമൃത. വി വിഷ് യു ഓൾ ദ സക്സസ്. മേ ഗോഡ് ബ്ലസ്. I wish you a very bright banking career. Stay blessed all the time. May God bless.